സ്പെയിനിലെ സരഗോസയിൽ 1427 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. അന്നത്തെ ആർച്ച് ഡീക്കനായിരുന്ന ഡോൺ ഡോർണർ ഈ അത്ഭുതത്തെക്കുറിച്ച് നൽകിയ റിപ്പോർട്ട് ഇപ്രകാരമാണ്. വിവാഹിതയായ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചുപറ്റാനും മാനസാന്തരത്തിനുമായി ഒരു ദുർമന്ത്രവാദിനിയെ സമീപിച്ചു. ദിവ്യകാരുണ്യ ഓസ്തി ഉപയോഗിച്ചാൽ മാത്രമേ ഭർത്താവിന് മാനസാന്തരമുണ്ടാകൂ എന്ന് മന്ത്രവാദിനി ആ സ്ത്രീയെ വിശ്വസിപ്പിച്ചു. അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ച ആ സ്ത്രീ തൻ്റെ ഇടവകയായ സെയിൻറ്റ് മൈക്കിൾ പള്ളിയിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു. വളരെ വിദഗ്ധമായി വായിൽ നിന്നും ദിവ്യകാരുണ്യം രഹസ്യമായി പുറത്തെടുത്ത് അവൾ തിരുവോസ്തി ഒരു ചെറിയ പെട്ടിയിൽ ഒളിപ്പിച്ചു. ഉടനടി മന്ത്രവാദിനിയുടെ പക്കലെത്തി. പെട്ടി തുറന്നപ്പോൾ ഓസ്തിക്ക് പകരം പ്രകാശപൂരിതമായ ഒരു കുഞ്ഞിനെയാണ് അവർ കണ്ടത്. മന്ത്രവാദിനി ഉടൻ തന്നെ അവളോട് പറഞ്ഞു, പെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി ദിവ്യകാരുണ്യം ഉൾപ്പെടെ കത്തിച്ച് അതിൻ്റെ ചാരം കൊണ്ടുവരിക. എന്തും ചെയ്യാൻ മടിക്കാത്ത ആ സ്ത്രീ അതുപ്രകാരം ചെയ്തു. അവൾ പെട്ടിയടക്കം കത്തിച്ച് ചാരമെടുത്തു. പക്ഷേ അവളെ അത്ഭുതപ്പെടുത്തിയത് പെട്ടി മുഴുവൻ കത്തിച്ചാമ്പലായിട്ടും കുട്ടി യാതൊരു കുഴപ്പവുമില്ലാതെ അടുപ്പിലിരിക്കുന്നതാണ്. ഭയന്നു വിറച്ച സ്ത്രീ വേഗം മന്ത്രവാദിനിയുടെ വീട്ടിലേക്ക് ഓടി. സ്ത്രീയുടെ വാക്കുകൾ കേട്ട മന്ത്രവാദിനിയും ഭയപ്പെട്ടു. സ്വർഗത്തിൽ നിന്നും തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ വിചാരിച്ചു. അവർ കത്തീഡ്രൽ പള്ളിയിലേക്ക് ഓടി. ആർച്ച് ബിഷപ്പ് അലൻസോയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. മാപ്പപേക്ഷിച്ചു. മന്ത്രവാദി മാമോദീസ സ്വീകരിക്കാനും തീരുമാനിച്ചു. രൂപതയിലെ മറ്റു വൈദികരോടും ദൈവശാസ്ത്രജ്ഞന്മാരോടും ആലോചിച്ച ശേഷം ബിഷപ്പ് ആ സ്ത്രീയുടെ വീട്ടിലെത്തി സ്ത്രീയുടെ അടുപ്പിൽ പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന ഉണ്ണീശോയെ കയ്യിലെടുത്തു. വലിയ പ്രദക്ഷിണമായി കത്തീഡ്രലിലേക്ക് പിന്നീട് കൊണ്ടുപോയി. പള്ളിയിലെത്തിയ ശേഷം സെയിൻറ്റ് വലേരിയ ചാപ്പലിൻ്റെ അൾത്താരയിൽ ആർച്ച് ബിഷപ്പ് കുർബാന അർപ്പിച്ച് കൂദാശവചനങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ദിവ്യകാരുണ്യം സ്വീകരിച്ച ഉടൻ ശിശുവിനെ കിടത്തിയ സ്ഥലത്ത് തിരുവോസ്തി പ്രത്യക്ഷപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം സരഗോസയിലെ ജനങ്ങൾ ദിവ്യകാരുണ്യ ഭക്തിയിൽ വലിയ ഉണർവുള്ളവരായി. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ സാന്നിധ്യം ഒരു ജനസമൂഹത്തെ മുഴുവൻ അനുഭവവേദ്യമാക്കിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചു വണങ്ങുന്നു. അങ്ങയെ സ്വീകരിക്കുന്ന ഞങ്ങളെ മറ്റൊരു ക്രിസ്തുവായി മാറ്റണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.